ചിരിക്കരുതേ. ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയൊരു വലിയ സന്തോഷം എന്ന് പറയുന്നത്, ഏതൊരു ബിഗ് ബോസ് സീസണിന്റെയും മഹാഭാഗ്യമാണ് റിയാസ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി. ഓഹോ, അത് ശരി. നീ എന്നെ കളിയാക്കുക അല്ല, കാര്യമായിട്ടാക്കിയതാ. അപ്പൊ നീ സീസൺ 4 റോബിന് വലിയ ഒരു ഇഷ്ടം ജനങ്ങൾക്കിടയിൽ നിന്ന് മേടിച്ചു കൊടുക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ച ആൾ നമ്മുടെ റിയാസ് ആണ്. ഞാൻ എല്ലാം തുറന്നു പറയുന്ന പ്രകൃതക്കാരനാണ്. കഴിഞ്ഞ ഒരു 4-5 ദിവസമായിട്ട് അധികം അനങ്ങാതിരുന്ന ഷാനവാസ്, അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ഫയറാക്കി മാറ്റാനും നമ്മുടെ റിയാസിന് കഴിഞ്ഞു. ഏതാണ്ട് ഈ വീക്കിലും അടുത്ത വീക്കിലും ഒക്കെ എവിക്റ്റായി പോകാൻ സാധ്യതയുണ്ടായിരുന്ന നമ്മുടെ ലക്ഷ്മിയെ ഏറ്റവും മികച്ച രീതിയിൽ വോട്ടിങ്ങിൽ ഒരു വലിയ കുതിപ്പുണ്ടാക്കി കൊടുക്കുന്ന റിയാസിന് കഴിഞ്ഞു. എന്താ രാമേന്ദ്ര പ്രശ്നം? പല പ്രാവശ്യം ഷാനവാസ് റിയാസിനെ എടാ പോടാ എന്ന് വിളിച്ച് പല പ്രാവശ്യം. എനിക്കറിയാൻ തന്നെയാണ് ചോദിക്കുന്നത്, എന്ത് സുഖം ഇതിനകത്ത് കിട്ടുന്നത്? 18 ഞാൻ നോക്കിയപ്പോൾ വീണ്ടും ഷാനവാസ് വിളിക്കുകയാണ്, എടാ പോടാ നീ പോടാന്നൊക്കെ വിളിക്കുന്നു. സത്യം പറഞ്ഞാൽ ഷാനവാസെ താങ്കൾ കാണിച്ചത് വളരെ മോശമാണ്. നിങ്ങൾ ഒരു കാരണവശാലും എടാ പോടാ എന്ന് വിളിച്ച് സംസാരിക്കാൻ പാടില്ലായിരുന്നു. എടാ പോടാ എന്നൊക്കെ വിളിച്ച് സംസാരിക്കേണ്ടത് ആണുങ്ങളെയാണ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ആണുങ്ങളെയുടെ മുഖത്ത് നോക്കി വിളിക്കേണ്ട വിളി റിയാസിനെ നോക്കി വിളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അയാൾക്ക് മാനസിക വിഷമം ഉണ്ടാവും. എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? അത് തീർച്ചയായിട്ടും ഒരു മോശം പദമായിട്ട് തന്നെ അയാൾക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് അത് ആവർത്തിച്ചതിനോടോ അത് നിരന്തരം അയാളുടെ മുഖത്ത് നോക്കി വിളിച്ചതിനോടോ എനിക്ക് തീരെ യോജിപ്പില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. നിന്നൊക്കെ ഗുരു കൊണ്ടുപോകൂടാ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.